ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഓശാന ഞായർ. ജനങ്ങൾ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഓശാന, ദാവീദിൻ്റെ പുത്രനെ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ ആ രാജാവിനെ അവർ ശരിയായി മനസ്സിലാക്കിയിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിൻ്റെ പ്രവേശനം മാത്രമല്ല, നിന്റെ ജീവിതത്തിലേക്ക് അവൻ്റെ പ്രവേശനം കൂടിയാണ്. യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങളും ഈന്തപ്പന ഇലകളും വിരിച്ചു. അവർ വിളിച്ചു പറഞ്ഞു, ഓശാന, ദാവീദിൻ്റെ പുത്രനെ. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. അവർ രാജാവിനെ സ്വീകരിച്ചു, പക്ഷേ രാജത്വം മനസ്സിലാക്കിയില്ല. യേശു കുതിരപ്പുറത്തല്ല, കഴുതപ്പുറത്താണ് വന്നത്. ഇതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്. ഇന്ന് യേശു നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ ഹൃദയം ഒരു യെരുശലേം ആകണം, സ്നേഹത്തോടെ ആയിരിക്കണം. യേശു നിൻ്റെ യെരുശലേം എന്ന ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ജനങ്ങൾ ഇന്ന് ഓശാന എന്ന് വിളിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്ക എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? കാരണം അവർ പ്രതീക്ഷിച്ചത് രാഷ്ട്രീയ നേതാവ്, ശക്തിയുള്ള നേതാവ്. പക്ഷേ യേശു വന്നത് നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. സഹോദരങ്ങളെ, ഇന്ന് നാം നമ്മുടെ ഹൃദയങ്ങളോട് തന്നെ ചോദിക്കണം, നാം യേശുവിനെ എന്തിനാണ് തേടുന്നത്? ഓശാന എന്ന വാക്കിന് അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. ഇന്ന് നീ പറയേണ്ടത്, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ കണ്ണുനീരിൽ, നിന്റെ ഭയങ്ങളിൽ യേശു പ്രവേശിക്കുമ്പോൾ എല്ലാം മാറും. സഹോദരങ്ങളെ, ഇന്ന് നിന്റെ ഹൃദയം തുറക്കൂ. പറയൂ, കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. എൻ്റെ രാജാവായി എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ മാറ്റി സന്തോഷവും സമാധാനവും അവിടുന്ന് നൽകണമേ. ഇന്നു മുതൽ അവരുടെ ജീവിതം പുതിയതാകട്ടെ. യെരുശലേം എന്ന അവരുടെ ഹൃദയത്തെ അവർ ശുദ്ധമുള്ളതാക്കി മാറ്റണമേ. ഈ നിമിഷം അത്ഭുതം അങ്ങ് പ്രവർത്തിക്കണമേ. അവരുടെ ജീവിതം നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ചോദിച്ച കാര്യങ്ങൾ ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ.